ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ് ഓർ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണുള്ളത്. രണ്ട് ടൈപ്പ് ഓഫ് ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഓർ നോൺ റാൻഡം സാമ്പിളിംഗ്. വൺ ബൈ വൺ ആയിട്ട് നോക്കാം. പ്രോബബിലിറ്റി സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗ് is a purest form of probability sampling and it is also known as chance sampling. A probability sample is one in which each member of the population has an equal chance of being selected. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ പോപ്പുലേഷനിലെ ഓരോ മെമ്പേഴ്സിനും സെലക്റ്റഡ് ആവാൻ ഈക്വൽ ആയിട്ടുള്ള ചാൻസസ് ആണ് ഉള്ളത്. And it is a blind chance that determines whether an item or the other is selected. ആർക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യപ്പെടാൻ അവസരമുണ്ടാകും. Then features of probability sampling. First one, every population has a chance of being selected. നമ്മൾ എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ. അതായത് എല്ലാവർക്കും സെലക്റ്റഡ് ആവാൻ വേണ്ടി എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ചാൻസസ് ആണ് ഉണ്ടാവുക. ദെൻ സച്ച് ചാൻസ് ഈസ് നോൺ ആസ് പ്രോബബിലിറ്റി. സെലക്ട് ചെയ്യപ്പെടാനുള്ള ഈ സാധ്യതയെ തന്നെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഹെൽപ്സ് ടു സെലക്ട് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ്. റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ത്രൂ റാൻഡമൈസേഷൻ the danger of unknown sampling bias or errors can be minimized. റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അൺനോൺ ആയിട്ടുള്ള സാമ്പിളിംഗ് ബയാസും ഇറേഴ്സും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. സോ ഏതെങ്കിലും ഒരു കാറ്റഗറിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ മാത്രം സെലക്ട് ചെയ്യുകയോ കൺസിഡർ ചെയ്യുകയോ പോലെയുള്ള ഇറേഴ്സോ ബയാസോ ഒന്നും ഉണ്ടാവുകയില്ല. ഇവിടെ ആർക്കും പ്രയോറിറ്റി ഉണ്ടാവില്ല, എല്ലാവർക്കും സെയിം പ്രയോറിറ്റി തന്നെയായിരിക്കും കൊടുക്കുന്നത്. ഒരാൾക്കായിട്ട് സ്പെസിഫിക് ആയിട്ടൊരു പ്രയോറിറ്റി ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് വെൻ എ ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ആക്യുറസി ഈസ് റിക്വയർഡ് ഫോർ സ്റ്റഡി. ആക്യുറസി ഏറ്റവും ഹൈ ആയിട്ട് വേണ്ടുന്ന സ്റ്റഡീസിലാണ് കൂടുതലായിട്ടും റാൻഡം സാമ്പിളിങ് സെലക്ട് ചെയ്യപ്പെടാറുള്ളത്. റാൻഡം സാമ്പിളിങ്ങിലൂടെ സെലക്ട് ചെയ്യുന്ന സാമ്പിൾസിനെ സ്റ്റഡി ചെയ്യുന്നതിലൂടെ ഹൈലി ആക്യുറസി ഉള്ള ഡാറ്റാസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ടൈപ്സ് ഓഫ് റാൻഡം സാമ്പിൾസ്. രണ്ട് ടൈപ്പ് ഓഫ് റാൻഡം സാമ്പിൾസ് ആണുള്ളത്. ഒന്നാമത്തത് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾസും രണ്ടാമത്തത് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിൾസും. നോക്കാം. സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾസ്. Each and every item of population or universe has an equal and independent chance of being included in the sample. Personal factors is eliminated in the selection of the sample process. അതായത് എല്ലായിടത്തും എല്ലാത്തിനും ചാൻസസ് ഈക്വൽ ആയിരിക്കും. സെലക്റ്റഡ് ആവാൻ വേണ്ടി ഈക്വൽ ചാൻസസ് ആണ് ഉണ്ടായിരിക്കുക. യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ഫേവറിങ്ങും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെയും രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ലോട്ടറി മെത്തേഡ്, പിന്നെ റാൻഡം നമ്പർ മെത്തേഡ്. ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡ്രോയിങ് ലോട്ട് ഫ്രം ദ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. ഒരു പേപ്പറിൽ ഒക്കെ നമ്മൾ പേര് എഴുതിയിട്ട് മിക്സ് ചെയ്ത് അതിൽ നിന്ന് റാൻഡമായിട്ട് പേപ്പർ സെലക്ട് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ കുറിയൊക്കെ പോലെ അല്ലെങ്കിൽ ലോട്ടറിയൊക്കെ സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ലോഡ്സ് സെലക്ട് ചെയ്യുന്ന നോർമലായിട്ട് റാൻഡമായിട്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരേപോലെയുള്ള പേപ്പേഴ്സിൽ ചെറിയ കട്ട് ഓഫ് പേപ്പറിൽ നമ്മുടെ പേരുകളോ എന്തെങ്കിലുമൊക്കെ എഴുതി അത് കുലുക്കിയതിന് ശേഷം റാൻഡമായിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യും. നമുക്ക് എത്ര നമ്പേഴ്സ് വേണോ, എത്ര എണ്ണം വേണമോ അതിനനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് നോർമലായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്, റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. ദെൻ റാൻഡം നമ്പർ മെത്തേഡ്. ഇവിടെ യൂസ് റാൻഡം നമ്പർ ടേബിൾസ് ടു സെലക്ട് സാമ്പിൾസ് ഫ്രം ദ യൂണിവേഴ്സ്. റാൻഡം നമ്പർ ടേബിൾസ് യൂസ് ചെയ്തുകൊണ്ട് സാമ്പിളിനെ സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ ഉള്ളത്. മെയിനായിട്ട് അവിടെ 3 ടൈപ്പ് ഓഫ് ടേബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ടിപ്പറ്റ്സ് ആൻഡ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ്, കെൻഡൽ ആൻഡ് ബെങ്ടൺ സ്മിത്ത് നമ്പേഴ്സ്, ഫിഷസ് ആൻഡ് യേറ്റ്സ് നമ്പേഴ്സ് തുടങ്ങിയ അങ്ങനെയുള്ള കുറേ ടേബിൾസാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഈ ടിപ്പറ്റ്സ് ആൻഡ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സാണ് കൂടുതലായിട്ട് ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ റാൻഡം സാമ്പിൾ ടെക്നിക്ക് എന്ന് പറയുന്നത് മെത്തേഡ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളായിരുന്നു. നമുക്കറിയാം ഈ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് കോസ്റ്റ് ആൻഡ് മണി. ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അതിന് അത്യാവശ്യം നല്ല പണച്ചെലവും
ഉള്ള ഒരു മെത്തേഡാണ്. സോ ഇറ്റ് ക്യാനോട്ട് ബി അഡോപ്റ്റഡ് വെൻ ദ സാമ്പിൾ സൈസ് ഈസ് ലാർജ്. ഒരു ലാർജ് സാമ്പിൾ സൈസ് ഉണ്ടായിരിക്കുന്ന സമയത്ത് അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ പ്രധാനമായിട്ട് 3 മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്: സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്: ഓൾ പീപ്പിൾ ഇൻ സാമ്പിളിംഗ് ഫ്രെയിം ആർ ഡിവൈഡഡ് ഇൻറ്റു സ്ട്രാറ്റാസ്. ഒരു സാമ്പിളിംഗ് ഫ്രെയിമിലെ ആളുകളെ സ്ട്രാറ്റകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എ സ്ട്രാറ്റം മീൻസ് ഗ്രൂപ്പ്സ് ഓർ കാറ്റഗറീസ്. Here, entire population is divided or subdivided into groups on the basis of homogeny. അതായത് സിമിലർ ആയിട്ടുള്ള പോപ്പുലേഷനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. വിത്തിൻ ഈച്ച് സ്ട്രാറ്റം എ സിമ്പിൾ റാൻഡം സാമ്പിൾ ഓർ സിസ്റ്റമാറ്റിക് സാമ്പിൾ ഈസ് സെലക്റ്റഡ്. ഓരോ സ്ട്രാറ്റത്തിൻ്റെ ഉള്ളിലും ഒരു സിമ്പിൾ റാൻഡം സാമ്പിൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then dividing the whole universe into homogeneous groups or stratas on the basis of certain common characteristics. കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ ഹോൾ യൂണിവേഴ്സിനെ സ്ട്രാറ്റാസ് ആക്കി തരംതിരിക്കുന്നതിലൂടെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ ജിയോഗ്രാഫിക്കലി അല്ലെങ്കിൽ സോഷ്യോളജിക്കലി ആൻഡ് ഇക്കണോമിക് ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരം തരംതിരിക്കലുകൾ നടക്കുന്നത്. The number of items to be drawn from the stratum may be proportionate or disproportionate. അതായത് ഈക്വലായിട്ടോ അൺഈക്വലായിട്ടോ ഈ ഐറ്റംസ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ സ്ട്രാറ്റത്തിൽ ഉള്ളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഈക്വലായിട്ടോ അൺഈക്വലായിട്ടോ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ലാർജ് ഹെട്രോജനിയസ് പോപ്പുലേഷൻ. ഒരു ലാർജ് ഹെട്രോജനിയസ് പോപ്പുലേഷൻ, അതായത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള പോപ്പുലേഷനിൽ ഈ മെത്തേഡായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ സാമ്പിളിംഗ് എറേഴ്സ് കമ്പയർഡ് വിത്ത് സാമ്പിൾ റാൻഡം സാമ്പിൾസ്. നമ്മൾ റാൻഡം സാമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള ഇറേഴ്സ് സംഭവിക്കാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതിലൂടെ സാമ്പിൾസ് യൂസ് ചെയ്യുമ്പോഴുള്ള ഇറേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇൻ ദിസ് സാമ്പിളിംഗ് additional key information about research population has been used to inform the selection procedure. അതായത് റിസർച്ചർ പോപ്പുലേഷനെ പറ്റി ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് ഈ സാമ്പിളിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നീട് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ മെറിറ്റ്സ്, മോർ റെപ്രസെൻറ്റേറ്റീവ്. ഇവിടെ പോപ്പുലേഷനെ സ്ട്രാറ്റാസ് ആയിട്ട് തിരിച്ച് സാമ്പിൾസ് സ്ട്രാറ്റത്തിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓൾ ഗ്രൂപ്പ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ എ സാമ്പിൾസ്. എല്ലാ ഗ്രൂപ്പ്സും സാമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഗ്രേറ്റർ ആക്യുറസി, ഹൈ ആക്യുറസി എൻഷുർ ചെയ്യുന്നൊരു മെത്തേഡ് തന്നെയാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ കോൺസെൻട്രേറ്റഡ് ജിയോഗ്രാഫിക്കലി, ഈസി ടു ക്യാരി ഔട്ട്, എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാനും വേഗത്തിൽ തീർക്കാനും ഒക്കെ സാധിക്കും. ദെൻ ലിമിറ്റേഷൻസ്, ക്ലാസിഫിക്കേഷൻ ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. പോപ്പുലേഷനെ സ്ട്രാറ്റാസ് ആക്കി ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സ് കുറച്ചെപ്പോഴും ഡിഫിക്കൽട്ടായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ അതൊരു ലിമിറ്റേഷനാണ്. Then items from each stratum should be randomly selected. It requires service of experts. സ്ട്രാറ്റത്തിൽ നിന്ന് സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ എക്സ്പേർട്സിന് ആവശ്യമായിട്ട് വരും. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ദെൻ രണ്ടാമത്തെ മെത്തേഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. It is used when there is no satisfactory sampling frame available. List has to be constructed. സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് ഫ്രെയിം ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നത്? ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉപയോഗപ്പെടുത്തുന്നത്. പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് ക്ലസ്റ്റർ ഓർ ലാർജ് ഗ്രൂപ്പ്സ്. പോപ്പുലേഷനെ ക്ലസ്റ്ററുകളായോ ലാർജ് ഗ്രൂപ്പ്സായോ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വില്ലേജ് വാർഡ്സോ അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ യൂണിറ്റ്സോ അല്ലെങ്കിൽ സോഷ്യൽ യൂണിറ്റ്സോ ഒക്കെ ആയിരിക്കാം. Then, after forming clusters, a few sample clusters are selected by using unrestricted sampling method. These selected clusters are called primary sampling units.
ക്ലസ്റ്റർ ഫോം ചെയ്ത ശേഷം അൺറെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് സാമ്പിൾ ക്ലസ്റ്ററുകൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവയെ നമ്മൾ പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇറ്റ്സ് എ മോഡിഫിക്കേഷൻ ഓഫ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിങ്ങിൻ്റെ മോഡിഫൈഡ് വേർഷനാണിത്. 100% sample of the whole cluster is used at the second stage. This type is used in national surveys. In the first stage, select the primary sampling units. ക്ലസ്റ്റർ സാമ്പിളിങ്ങിലേതുപോലെ തന്നെ ഇവിടെയും ഒരു പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റിനെ ആദ്യമേ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് എ റാൻഡം സാമ്പിൾ ഈസ് സെറ്റ് അപ്പ് വിത്തിൻ ദ സെലക്റ്റഡ് PSUs. അതായത് സെക്കൻഡ് സ്റ്റേജിൽ സെലക്റ്റഡ് ആയിട്ടുള്ള പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്സിൽ നിന്ന് റാൻഡം സാമ്പിൾസ് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. മെറിറ്റ്സ്: ഫ്ലെക്സിബിലിറ്റി ഇൻ സാമ്പിളിംഗ് മെത്തേഡ്, ലോവർ കോസ്റ്റ്, മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ് കുറവാണ്. ദെൻ ഇറ്റ്സ് എ ടൈം സേവിങ് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് മച്ച് ഈസിയർ, പ്രൊമോട്ട്സ് ദ കൺവീനിയൻസ് ഓഫ് ഫീൽഡ് വർക്ക്. ലിമിറ്റേഷൻസ്: less accurate, sample error is greater. സാമ്പിൾ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഇറ്റ് ഈസ് ലെസ് എഫിഷ്യൻറ്റ്. മറ്റുള്ള പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും ഈ മെത്തേഡിന്. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു യൂസ് പ്രോബബിലിറ്റി മെത്തേഡ് ഓൾവേസ്. എപ്പോഴും നമുക്ക് പ്രോബബിലിറ്റി മെത്തേഡ് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എല്ലാ സാഹചര്യത്തിലും പ്രോബബിലിറ്റി മെത്തേഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ആ സമയത്ത് നമുക്കൊരു ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിട്ടുള്ളൊരു ചാൻസ് കൊടുക്കാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലായിരുന്ന സമയത്ത് എല്ലാ സാമ്പിൾസിനും ഈക്വൽ ചാൻസസ് ആയിരുന്നു, സെലക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഈക്വൽ ആയിരുന്നു. ഇവിടെ അതുണ്ടാവുമെന്ന് ഉറപ്പൊന്നും ഇല്ല. ദെൻ ദ ഇമ്പോർട്ടൻറ്റ് നോൺ പ്രോബബിലിറ്റി മെത്തേഡ്സ് ആർ ആസ് ഫോളോസ്. മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആക്സിഡൻ്റൽ സാമ്പിളിംഗ്, ക്വാട്ട സാമ്പിളിംഗ്, പേർപ്പസീവ് ഓർ ജഡ്ജ്മെൻ്റൽ സാമ്പിളിംഗ്, കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, സെൽഫ് സെലക്ഷൻ. ഇങ്ങനെ 6 മെത്തേഡ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോൺ പ്രോബബിലിറ്റി മെത്തേഡിൻ്റെ മെറിറ്റ്സ് ഒന്ന് പറഞ്ഞു പോകാം. ചീപ്പർ മെത്തേഡ്സ് ആൻഡ് യൂസ്ഫുൾ വെൻ പോപ്പുലേഷൻ ഈസ് സോ വൈഡ്ലി. വലിയൊരു അളവിലുള്ള പോപ്പുലേഷനുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു മെത്തേഡാണ്. ദെൻ യൂസ്ഡ് വെൻ സാമ്പിളിംഗ് ഫ്രെയിം ഈസ് നോട്ട് അവൈലബിൾ. സാമ്പിളിംഗ് ഫ്രെയിം അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻസിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ദെൻ നമുക്ക് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആക്സിഡൻ്റൽ സാമ്പിളിംഗ്. സെലക്ടിങ് വാട്ട് എവർ സാമ്പിളിംഗ് യൂണിറ്റ്സ് ആർ കൺവീനിയൻ്റ്ലി അവൈലബിൾ. കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയ റിസർച്ചർക്ക് അവൈലബിൾ ആയ സാമ്പിളിംഗ് യൂണിറ്റിൽ നിന്നും സാമ്പിൾസ് സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് ആക്സിഡൻ്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ സിമ്പിൾ പർപ്പസ്. ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇൻ്റർവ്യൂവിന് വില്ലിംഗ് ആയിട്ടുള്ളവരിൽ നിന്ന് മാത്രം നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു മെത്തേഡ്. And the merits: economical and convenient, and it is simple, useful where too much accuracy is not needed. അങ്ങനെ ഒരുപാട് ആക്യുറസി വേണ്ടുന്നൊരു സാഹചര്യത്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് റഫായിട്ടുള്ളൊരു ഐഡിയ മാത്രം കിട്ടിയാൽ മതി. ഒരുപാട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. Then quota sampling. Here quotas are set up according to some specified characteristics. എന്തെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ക്വാട്ടാസ് സെറ്റപ്പ് ചെയ്യുകയും, അതായത് ഏജ്, ജെൻഡർ എക്സെട്ര അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ക്വാട്ടാസ് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഈച്ച് ഇൻ്റർവ്യൂവർ ഈസ് ദെൻ ആസ്ക്ഡ് ടു ഇൻ്റർവ്യൂ എ സെർട്ടൈൻ നമ്പർ ഓഫ് പേഴ്സൺസ് ഫ്രം ദ ക്വാട്ടാസ്. ക്വാട്ടാസിൽ നിന്നും സെർട്ടൈൻ നമ്പർ ഓഫ് പേഴ്സൺസിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇൻ്റർവ്യൂവറിൻ്റെ താല്പര്യപ്രകാരമായിരിക്കും ക്വാട്ടാസിൽ നിന്ന് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത്. ഇതിനും ആക്യുറസി താരതമ്യേന കുറവ് തന്നെ ആയിരിക്കും. ദെൻ പർപ്പസീവ് സാമ്പിളിംഗ്. സെലക്റ്റഡ് ബൈ ദ റിസർച്ചർ സബ്ജക്റ്റീവ്ലി. സാമ്പിൾ സെലക്റ്റഡ് അക്കോർഡിംഗ് ടു സം ക്രൈറ്റീരിയ സെലക്റ്റഡ് ബൈ ദി റിസർച്ചർ ഓർ അതർ എക്സ്പേർട്സ്. ഏതെങ്കിലും ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ എക്സ്പേർട്സിൻ്റെയോ അല്ലെങ്കിൽ റിസർച്ചറോ ഒക്കെ ആയിരിക്കും ഈ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത്. ദെൻ
Another one important method is snowball sampling. It is used to research population that is difficult to find. സാമ്പിൾസിനെ കണ്ടുമുട്ടാൻ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യത്തിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ആളുകളെ കണ്ടുമുട്ടാനും അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനും വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. സോ ഇനീഷ്യലി നമ്മൾ ഒരാളെ ഒരു പൊട്ടൻഷ്യൽ സാമ്പിളിനെ കണ്ടെത്തുകയും അതിനുശേഷം അയാളോട് അത്തരത്തിലുള്ള നമ്മൾ ഏത് തരത്തിലുള്ള ഡാറ്റയെക്കുറിച്ചാണോ അന്വേഷിക്കുന്നത് അപ്പോൾ ആ തരത്തിലുള്ള വേറെ ആരെങ്കിലും അറിയാമോ എന്നുള്ള തരത്തിൽ അന്വേഷിക്കുകയും അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷം കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. ഫോർ എക്സാമ്പിൾ, വീടില്ലാത്തവരുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ആദ്യം വീടില്ലാത്ത ഒരാളെ കണ്ടുപിടിച്ചതിന് ശേഷം അവരുടെ അറിവിൽ മറ്റാരെങ്കിലും സെയിം സിറ്റുവേഷൻസിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ടെക്നിക്സ് ഓഫ് സാമ്പിളിങ്ങിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് എന്നും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഓർ നോൺ റാൻഡം സാമ്പിളിംഗ് എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിൾ എന്നും റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിൾ എന്നും തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിങ്ങിൽ വീണ്ടും രണ്ടായി തിരിച്ച് രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ലോട്ടറി മെത്തേഡും അതുപോലെ റാൻഡം നമ്പർ മെത്തേഡും. അതുപോലെ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിങ്ങിൽ 3 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്, ക്ലസ്റ്റർ സാമ്പിളിങ്, മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിങ്. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഓർ നോൺ റാൻഡം സാമ്പിളിങ്ങിൽ വരുന്നത് ആക്സിഡൻ്റൽ സാമ്പിളിംഗ്, ക്വാട്ട സാമ്പിളിംഗ്, പർപ്പസീവ് ഓർ ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.